പണ്ടൊന്നും ആലപ്പുഴയിൽ നിൽക്കുമ്പം ആലപ്പുഴ എന്നൊരു ബോർഡ് കാണുമ്പം എനിക്ക് ഇത്രയധികം സെൻറ്റിമെൻറ്റ്സും ഫീലിങ്സും ഒന്നും വരാറില്ലായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും കൂടി നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ബോർഡ് കാണുമ്പം വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ആലപ്പുഴ വന്നത് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനും പുതുക്കാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ കൃപാസനത്തിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പ്ലാറ്റ്ഫോമിൽ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ്, വന്ദേ ഭാരത് വരുന്നു 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കെന്ന്. വന്ദേ ഭാരതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, എന്നാൽ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ ട്രെയിൻ കണ്ടിട്ടുണ്ട് ബേബി, പക്ഷേ ഇതുപോലത്തെ ഒരു ട്രെയിൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എഡ്വിൻ അവനെയും കൊണ്ട് അടുത്ത് ചെന്ന് നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം എൻ്റെ കൂടെ 2 പേര് പുതുതായിട്ട് ഉടമ്പടി എടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു വന്നതാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു 3 മാസം കഴിഞ്ഞു. ആദ്യത്തെ പുതുക്കലും കഴിഞ്ഞു കേട്ടോ ഞാൻ. അപ്പം 2 പേര് എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് കൃപാസനത്തിൽ പോയി തിരിച്ച് നമ്മൾ കൃപാസനത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജിയ ഫീലിങ്സൊക്കെ വരത്തില്ലേ? പ്രൈവറ്റ് ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്നിട്ട് നമ്മുടെ നാട് കാണുമ്പോൾ ഒരവസ്ഥ, വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുന്നൊരു സിറ്റുവേഷനാണ് കേട്ടോ. പണ്ട് സ്കൂളിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ഥലത്തൂടെയൊക്കെ ഇഷ്ടംപോലെ തവണ സൈക്കിളിൽ പോയിട്ടുണ്ട്. അന്നൊന്നും ഇത്രയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നാടൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരിയധികം മാറ്റങ്ങൾ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് ആലപ്പുഴ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ്സ്, അത് വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴയിൽ നിറയധികം സ്ഥലങ്ങളും അവിടെയുള്ള പാലങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പോപ്പി പാലം, ഇരുമ്പ് പാലം, ശവക്കോട്ട പാലം, കല്ലുപാലം, അങ്ങനെ പോകുന്ന പേരുകൾ. ചെറിയ ചെറിയ ജലാശയങ്ങളും തോടുകളും ആറുകളും ഒക്കെ ചേർന്ന് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് കിഴക്കോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല പുഞ്ചപാടങ്ങളും അങ്ങനെ ഒത്തിരി സൗന്ദര്യമുള്ള സ്ഥലം കൂടിയാണ് ആലപ്പുഴ. PSC ചോദ്യപേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടിയാണ് കേട്ടോ ആലപ്പുഴ. മലകളില്ലാത്ത ഒരു ജില്ലയും കൂടിയാണ് ആലപ്പുഴ. ഈ തോടിന് അക്കരെ കാണുന്ന സ്ഥലത്താണ് ജോൺസ് കൂടെയും പോപ്പിക്കൂടെയൊക്കെ ഉള്ളത് കേട്ടോ. നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തിലേക്കും ജോൺസ് പോപ്പിയുടെയൊക്കെ കൂടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പണ്ടൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പരസ്യങ്ങളൊക്കെ നിറഞ്ഞിരുന്ന പോപ്പിക്കൂടെയും ജോൺസ് കൂടെയും അതാണ് പറയുന്നത്. ആ കാണുന്ന ഒരു കെട്ടിടം കണ്ടോ, പഴയൊരു കെട്ടിടം, അതാണ് കേട്ടോ ആദ്യത്തെ ശീമാട്ടി. അതിന് ശേഷമാണ് കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ഉള്ള ബീനാക്കണ്ണൻ്റെ ശീമാട്ടി വന്നിട്ടുള്ളത്. ആദ്യത്തെ ശീമാട്ടിയാണ്. സ്റ്റേഷനിലിരുന്ന് മടുത്തപ്പോൾ നമ്മൾ ചെന്ന് ചോദിച്ചു ട്രെയിൻ വരാൻ ഇനിയും വൈകുമെന്നു. അപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി ലേറ്റാകും, ട്രെയിൻ ലേറ്റാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആലപ്പുഴ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചെത്തും കേട്ടോ. ആലപ്പുഴ ബീച്ച് ഒത്തിരിയധികം നവീകരിച്ചു, നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ എന്ന അവസാനം ഒന്ന് തോന്നി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ബീച്ച് ഫുള്ളും എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ കൂടി നമ്മൾ ഇടുന്നതായിരിക്കും. അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ ബൈ.